ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുന്നത് കുറച്ച് വില്ലകളാണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരുന്ന വില്ലകളാണ്. നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മെയിൻ ഗേറ്റ് ഉണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് അത് വരുന്നത്. അതിനകത്ത് 7ഓളം വില്ലകൾ വരുന്നുണ്ട്. 2 വീടുകളും കൂടെ മാത്രമാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്. അതുകൊണ്ട് ഒട്ടും വൈകണ്ട. കമ്പനിയിൽ നിങ്ങൾ കണ്ടതുപോലെ 4 സെന്റ് സ്ഥലത്ത് 55 ലക്ഷത്തിനാണ് 4 ബെഡ്റൂമിന്റെ വില്ലകൾ സ്വന്തമാക്കാനുള്ള അവസരം വന്നിരിക്കുന്നത്. വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പരക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കരയിൽ നിന്ന് നോക്കുവാണെങ്കിൽ 2.5 കിലോമീറ്ററും തൊട്ടടുത്ത് വരുന്ന ജംഗ്ഷൻ പറക്കോടാണ്. അവിടെ നിന്ന് വെറും 350 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്കൊക്കെ ഈസി ആയിട്ട് എത്താം. 7.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 18 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 23 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ തൃപ്പൂണിത്തുറയാണ്. ഏകദേശം 15 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് ഒരേ രീതിയിൽ തന്നെയാണ് ഈ കാണുന്ന വില്ലകളെല്ലാം ചെയ്തിരിക്കുന്നത്. എലിവേഷൻ എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. 2 വീടുകൾ സെയിലിനായിട്ടുള്ളതിൽ ഈ ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഭംഗിയായ എലിവേഷനോട് കൂടിയിട്ടാണ് വീടുകൾ ചെയ്തിരിക്കുന്നത്. ഗേറ്റഡ് കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങി വില്ലകളുടെ അകത്തൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഓപ്പൺ വില്ല കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നിലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ടൊരു കാർ പോർച്ച് കിട്ടുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കവേഡ് ആയിട്ടുള്ള പോർച്ചാണ്. അവിടെ ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യാം. പിന്നെ ഇതുപോലുള്ളൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ 2 വാഹനങ്ങൾ കൂടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്തിടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. 4 സെന്റ് സ്ഥലമാണ് ഓരോ വില്ലകൾക്കും കിട്ടുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1800 ആണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 2 ബെഡ്റൂമുകളും ഈ ഒരു 55 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് വളരെ റയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് മറക്കാതെ തന്നെ വിളിക്കുക. ഗേറ്റഡ് കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഒന്നും കൂടി നോക്കിക്കോളൂ. ഭംഗിയായിട്ട് റെഡ് കളറിലുള്ള പെയിന്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ചെടികളൊക്കെ വച്ചു പിടിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു പോർഷൻ കൊടുത്ത് അതിനകത്ത് ചെടികളൊക്കെ നട്ടിരിക്കുന്നത് കാണാം. നമ്മൾ നേരെ കയറുന്നത് വീടിന്റെ ആ ഒരു മെയിൻ എൻട്രൻസിലേക്കാണ്. സ്റ്റെപ്പുകളും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഒക്കെ നോക്കിക്കോളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്കൊരു 3-4 ചെയറുകൾ ഇടാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 14.5 അടി നീളവും 8.5 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ ഇവിടെയാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഡിസൈനുകളൊക്കെ കൊടുത്ത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്കൽ ഡിസൈനുകളാണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ചെറിയ LED ബൾബുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 3 വിൻഡോസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലിവിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് 1ാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10 അടി വീതിയുമുള്ള നല്ലൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടാണ് വർക്കുകൾ. നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റ് ഒക്കെ കൊടുത്ത് കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലാണ് കളർഫുൾ പെയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഷോ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഫ്ലോറിലും വോളിലും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് ഇവിടെ കണ്ടു. 1ാമത്തെ ബെഡ്റൂം ഇവിടെ കണ്ടു. ഇത് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു പാർട്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണത് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്കുള്ള ഈ ഒരു പോർഷനാണ് ഡൈനിങ് ഹാളിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജോൺസന്റെ ആണ് ആ ഒരു വാഷ് ബേസിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 11 അടി നീളവും 9 അടി വീതിയുമാണ് കിട്ടുന്നത്. ഒരു 5 പേരെ അല്ലെങ്കിൽ 6 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ചെറിയ സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് ഫ്രഞ്ച് മോഡലിൽ 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. SS ആണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം നിറയെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ഗ്രാഫിക്കൽ ഡിസൈൻ തന്നെയാണ്. ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വില്ലയിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെൽ വാട്ടർ ആണ്, കിണർ വെള്ളമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഡൈനിങ് സ്പേസ് കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ 2 ബാറുകൾ കൊടുത്തിട്ട് അതിനകത്ത് ഭംഗിയായിട്ട് യെല്ലോ കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നോക്കിയാൽ കാണാം ചെറിയ 2 കബോർഡ് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അലമാരയൊക്കെ വയ്ക്കാനായിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഡോറുകളൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആണ് കിച്ചൺ വരുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള പവർ പോയിന്റ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 വിൻഡോസും ഇവിടെ 2 വിൻഡോസും വരുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ മുകളിലെ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ആണെങ്കിലും ഇടയ്ക്ക് ചെറിയൊരു ഓറഞ്ച് കളർ പെയിന്റും കൂടെ കൊടുത്ത് ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പ് സ്ലാബ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ഇവിടെ നിന്ന് തുറക്കുന്ന പുറത്തേക്കുള്ള ഭാഗം ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്തെടുത്താൽ വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വോളിൽ നോക്കിയാൽ കാണാം പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം കംപ്ലീറ്റ് നെറ്റ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ഒക്കെ നോക്കിയാൽ കാണാം നല്ലൊരു സ്പേസ് ആണ് അപ്പർ ലിവിംഗ് സ്പേസിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെറിയ വർക്കുകളാണ്, പക്ഷെ ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് കളർഫുൾ പെയിന്റ്സും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാളിലേക്കുള്ള എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ആ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 1800 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ഹാളുകളെല്ലാം തന്നെ. പ്രോപ്പർ ആയിട്ട് വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലുള്ള 1ാമത്തെ ബെഡ്റൂം. ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. അവിടെ 3 വിൻഡോസും ഈ ഭാഗത്താണ് ബാക്കിയുള്ള 3 വിൻഡോസും വരുന്നത്. റൂഫിലൊക്കെ നോക്കിയാൽ കാണാം ഗ്രാഫിക്കൽ ഡിസൈനുകൾ തന്നെയാണ്. കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ആണ് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് അലമാരീസ് ഒക്കെ വെക്കാൻ അല്ലെങ്കിൽ വാർഡ്രോബ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഭാഗത്തായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രേ കളറും ലൈറ്റ് യെല്ലോ കളറും കൂടിയൊരു കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് വരുന്നത്. വളരെ വലിയൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ ഏകദേശം ഒരു പകുതിയോളം പോർഷൻ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന ബാൽക്കണിയുടെ ഭാഗം ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് വെയിലും മഴയൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാൽക്കണിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വോളിൽ നല്ലൊരു ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 9 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് 2 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് വന്നിട്ട് ഈ ഒരു സൈഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നമ്മൾ ബാക്കിയുള്ള റൂമുകളിൽ കണ്ടതുപോലെ നല്ല ഡിസൈനുകൾ വരുന്നുണ്ട്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലെല്ലാം ഭംഗിയായിട്ടുള്ള പെയിന്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വാർഡ്രോബുകൾ വെക്കാനായിട്ട് ഈ ഒരു ഭാഗമാണ് യൂസ് ചെയ്യാവുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് 4ാമത്തെ ബെഡ്റൂമിലും വരുന്നത്. വൈറ്റ് കളർ ടൈലാണ്. ബോർഡർ പോർഷനുകളെല്ലാം തന്നെ വുഡൻ കളർ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഗേറ്റഡ് വില്ലയാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയത്. വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കരയ്ക്ക് അടുത്ത് പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും 2.5 കിലോമീറ്റർ മാറിയിട്ട് പറക്കോട് ജംഗ്ഷന് വളരെ അടുത്താണ്. ബസ് റോഡിൽ നിന്നൊക്കെ വെറും 350 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് വരുന്ന വില്ല പ്രൊജക്ട് ആണ്. 7ഓളം വില്ലകൾ ഉള്ളത്. നമുക്കിനി 2 വില്ലകൾ കൂടിയാണ് സെയിലിനായിട്ടുള്ളത്.
നിങ്ങൾക്കറിയാം 4 ബെഡ്റൂമിന്റെ വീട് 55 ലക്ഷം രൂപയ്ക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമാണ്. അത് മാർബിൾ ഹോംസ് സാധ്യമാക്കി തന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അത്യാവശ്യം നല്ല ലാൻഡ് അളവും കിട്ടുന്നുണ്ട്. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറുണ്ട്. നമുക്ക് വാഹനങ്ങൾ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടാതെ 2 or 3 കൂടി പാർക്ക് ചെയ്യാം. ബിക്കോസ് ഓപ്പൺ വില്ല കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട്. വില്ലകൾക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. 55 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആക്കി തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി തരുന്നതായിരിക്കും. ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനും ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വീടുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ അനുവദിച്ചു തരുന്നതായിരിക്കും. വില്ലയുടെ പ്രൈസ് മറക്കണ്ട, 55 ലക്ഷത്തിന് 4 ബെഡ്റൂമിന്റെ വീടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇതിനു മുമ്പ് മാർബിൾ ഹോംസ് ഇട്ടിട്ടുള്ള പല വീടുകളും 48 ലക്ഷം 47 ലക്ഷത്തിനൊക്കെ വീടുകൾ നമ്മൾ ഇട്ടിരുന്നു. നിങ്ങളിൽ പലരും വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കത് സെയിലായി പോയി എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ബഡ്ജറ്റിലെ വീടുകൾ വളരെ റെയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതേ ബഡ്ജറ്റിലെ വീടുകളുടെ അഡ്വർടൈസ്മെന്റ് വന്നാൽ അന്ന് തന്നെ പലരും നമ്മളെ വിളിക്കും, വീടുകൾ കൊണ്ട് കാണിക്കും, ഇഷ്ടപ്പെടുന്നവർ ടോക്കൺ കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് വീടുകൾ കാണാമെന്നുള്ളത് അനുവദനീയമല്ല. നിങ്ങൾക്കറിയാം, ഓൾറെഡി ഒരാളായിട്ട് നമ്മൾ വാക്ക് പറഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന കസ്റ്റമർക്ക് ആ വീട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയുകയാണ്, ഈ ഒരു വില്ലയുടെ പ്രൈസ് 55 ലക്ഷമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കുക. മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ വില്ലകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.